ഹജരെ നിങ്ങളെ മോള് ബസ് സ്റ്റോപ്പില് ആരാന്റെ കൂടെ ഇങ്ങനെ കളിക്കണത് കണ്ടു എന്നിങ്ങനെ നാട്ടിൽ നല്ലത് ഉദ്ദേശിക്കുന്ന ഒരാള് അയാള് വന്നിട്ട് ഈ കുട്ടിന്റെ ഉപ്പാനോട് പറഞ്ഞപ്പോ ഈ ഉപ്പ മോളോട് ചോദിച്ചു, ശരിയാ മോളെ, എങ്ങനെ നിന്നെ കുറിച്ചൊരു പരാതി ഉണ്ട്, നീ ഇങ്ങനെ ബസ് സ്റ്റോപ്പില് ആരോ കൂടെ ഇങ്ങനെ കളിക്കണത് കണ്ടു എന്ന് അറിഞ്ഞു, ശരിയാണോ? അപ്പൊ മോള് പറഞ്ഞു, ഉപ്പ അത് ആരും ഒന്നുമല്ല, എന്റെ ക്ലാസ്മേറ്റ് ആണ്, കോളേജിൽ കൂടെ പഠിക്കണ ചെക്കനാ, അവന്റെ കൂടെയാണ്. അത് ശരി, ഉപ്പക്കത് പ്രശ്നമല്ല. പിറ്റേ നീ പരാതി പറഞ്ഞ ആളോട് ഉപ്പ വിളിച്ചിട്ട് പറയാണ്, അല്ല നിങ്ങൾ ഈ പറഞ്ഞത് അത് ആരാന്റെ കൂടെ അല്ല കളിച്ചത്, കൂടെ പഠിക്കണം, ഓൻ കൂടെ പഠിക്കണം, ഫാത്തിമാന്റെ കൂടെ പഠിക്കുന്നവനാ, ആ പ്രശ്നമല്ല, കൂടെ പഠിക്കാന്ന് പറഞ്ഞ പിന്നെ പ്രശ്നമില്ല. റൗളത്തു ത്വാലിബീനിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞേ? ഞാൻ എന്റെ ഉമ്മമാര് സഹോദരിമാർ കേൾക്കാൻ വേണ്ടി പറയാണ്, മക്കയിൽ ചെന്നാൽ കാര്യമായും തിരിച്ച് നാട്ടിലെത്തിയാൽ അപ്പൊ ചോദിക്കണ ഒരു ചോദ്യമുണ്ട്, നാട്ടിൽ നിന്ന് അങ്ങോട്ട് ഹജ്ജിനും ഉംറക്കൊക്കെ പോയവരോട് ചോദിക്കണ ഒരു ചോദ്യമുണ്ട് നാട്ടുകാർ, ഹജറുൽ അസ്വദ് ചുംബിക്കാൻ കിട്ടിയോ എന്നാ ചോദിക്കുക. അപ്പൊ പോയ ഈ താത്ത തിരിച്ചു വന്നാല് നാട്ടുകാരോട് കുടുംബത്തോടൊക്കെ പറയും, 3 വട്ടം ചുംബിച്ചു ഞാൻ. അപ്പൊ ചുംബിച്ച താത്താനോട് ചോദിക്കണം, എങ്ങനെ ചുംബിച്ചു, ചുംബിച്ച കോലൊന്നും ഒന്ന് വിശദീകരിക്കാമോ? ആരാന്റെ ദേഹത്ത് തട്ടിയിട്ട് മുട്ടിയിട്ട് എത്ര പ്രയാസത്തിലാണ്, സുബ്ഹാനല്ലാഹ്. അങ്ങനെ അന്യപുരുഷന്മാരുടെ ദേഹത്ത് തട്ടിമുട്ടി ഹജറുൽ അസ്വദ് ചുംബിക്കണമെന്ന് എവിടെ പറഞ്ഞു? ഇമാം നവവി റളിയല്ലാഹു അൻഹു റൗളത്തു ത്വാലിബീനിൽ ഞാൻ എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരോട് പ്രത്യേകം പറയാണ്, സഹോദരിമാരോട് പറയാണ്, ഇപ്പോഴൊക്കെ ഒരു ഫാഷനാണ്, ദീനും ഒരു ഫാഷനാണ്, അതൊരു പരിഷ്കാരാണ്. ഒക്കെ സ്റ്റാറ്റസിന്റെ ദീനല്ലേ എന്നുള്ളത്, ഒക്കെ വാട്സപ്പിന്റെ ദീനല്ലേ, ഒക്കെ ഓൺലൈനിന്റെ ദീനല്ലേ. ദീനിന്റെ സത്ത, അതിന്റെ അടിസ്ഥാനം വേറെ തന്നെയാണ്, അത് ആത്മീയതയിൽ ഒതുങ്ങിയിട്ടുള്ളതാണ്, അതാണ് ദീൻ. കേവലം കാട്ടിക്കൂട്ടലുകൾ ദീനല്ല. ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നു, നവവി റളിയല്ലാഹു അൻഹു ആരാണ്? ശൈഖുൽ മദ്ഹബാണ്. ആ നവവി ഇമാം റളിയല്ലാഹു അൻഹു റൗളത്തു ത്വാലിബീനിൽ പറഞ്ഞു, സ്ത്രീകൾ ഹജറുൽ അസ്വദ് ചുംബിക്കൽ അവർക്ക് സുന്നത്താകുന്നത് തന്നെ ഇന്ദ ഖുലുവിൽ മത്വാഫി മിൻ ലൈലിൻ ഔ നഹാരിൻ. മത്വാഫ് അത്യാവശ്യം ഒഴിഞ്ഞു കിടക്കുന്ന സമയത്താണ് പെണ്ണ് പോയി ഹജറുൽ അസ്വദ് ചുംബിക്കൽ അവൾക്ക് സുന്നത്താകൽ തന്നെ അപ്പോഴാണ്. അത് പകലാകട്ടെ രാത്രിയാകട്ടെ ഫുള്ളായിട്ട് ഒഴിഞ്ഞു കിടക്കൂല എന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അത്യാവശ്യം ഓരോ സ്ഥലത്ത് ഒഴിഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാല് അതിന്റെ ആശയം ഓരോന്ന് വേറെയാണ്. മത്വാഫ് ഒഴിഞ്ഞു കിടക്കാന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ഇങ്ങനെ കാലിയാന്ന് പറഞ്ഞാൽ ഒറ്റ പെണ്ണിനോട് ഹജറുൽ അസ്വദ് ചുംബിക്കാണ്ടാവില്ല. അപ്പൊ അത്യാവശ്യം ഒഴിഞ്ഞു കിടക്കുന്ന സമയത്ത്, വല്ലാത്ത ജനബാഹുല്യവും തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് ഒന്ന് പോയി ചുംബിക്കുക. അത് പകലാവട്ടെ രാത്രിയാവട്ടെ, അപ്പോഴാ സുന്നത്ത് നല്ല ഇമാം നവവി റളിയല്ലാഹു അൻഹു റൗളയിൽ പറഞ്ഞത്. അതുപോലും പരിശുദ്ധ ഇസ്ലാം അത്രയും കണിശതയോടെ പറഞ്ഞെങ്കിൽ അതെവിടെയാണ്? കഅബയുടെ ചാരത്ത് നിൽക്കുമ്പോൾ. നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. അവിടെ പോലും കയ്യ്, മുങ്കയ്യ് അത് മറക്കരുത് എന്ന് ഇസ്ലാം പറഞ്ഞു. മുഖം മറക്കരുത് എന്ന് പറഞ്ഞാൽ മറക്കരുത് എന്നല്ല, മുഖത്തേക്ക് ഇങ്ങനെ വസ്ത്രം ഇങ്ങനെ ടച്ച് ചെയ്യണ കോലത്തിൽ ഉണ്ടാകരുത് എന്നാ ഇസ്ലാം പറഞ്ഞു. എന്നാലും ആ മുഖത്തും മുങ്കയിലൊക്കെ മൈലാഞ്ചി പുരട്ടി കൊടുക്കൽ സുന്നത്താണ് എന്ന് ഇസ്ലാം പറഞ്ഞു. ഉംറക്ക് പോകുന്ന സ്ത്രീ, ഹജ്ജിന് പോകുന്ന സ്ത്രീ, എന്താ കാരണം? കാരണം ആ തൊലിയുടെ നിറം അത് വ്യക്തമായി കാണാതിരിക്കാൻ അത്രയും കണിശത ഇസ്ലാം സ്വീകരിച്ചുവെങ്കിൽ ഇപ്പൊ പിന്നെ ബസ് സ്റ്റോപ്പിൽ സംസാരിക്കണത് കൂടെ പഠിക്കണ ചെക്കന്റെ കൂടെയാണെന്ന് പറയുമ്പോ ഉപ്പാക്ക് മോളിൽ അങ്ങ് പറഞ്ഞപ്പോ ഉപ്പാക്കും അതൊരു പ്രശ്നമില്ല എന്നായി. ഉപ്പ ഈ പരാതി പറഞ്ഞ ആളെ വിളിച്ചിട്ട് പറയാണ്, അത് ആരാന്റെ കൂടെ കളിച്ചൊന്നുമല്ല, അത് കൂടെ പഠിക്കണ ചെക്കന്റെ കൂടെ കളിച്ചതാണ്, അപ്പൊ പ്രശ്നമില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മൊബൈലിന്റെ കാലമാണ്, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഓ സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾ നാം അറിയാതെ വ്യഭിചാരികളായിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, നീ ഞങ്ങളെ മക്കളെ നന്നാക്കണം റഹ്മാനെ. അതാണ് ഖുർആൻ പറഞ്ഞത്, വലാ തഖറബുസ്സിനാ, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കുക പോലും ചെയ്യരുത്. അതുകൊണ്ടാണല്ലോ മഹാന്മാര് പറഞ്ഞത്, ഇയ്യാകും വസ്സിനാ,
നിങ്ങൾ വ്യഭിചാരത്തെ സൂക്ഷിക്കണം. ഫഇന്ന ഫീഹി സിത്ത ഖിസാലിൻ, കാരണം വ്യഭിചാരം എന്നത് ഗുരുതരമായ തെറ്റാണ്. അതിൽ 6 കാര്യങ്ങളുണ്ട്. മഹാന്മാര് പറയാണ് അതിന്റെ ദൂഷ്യഫലങ്ങളുണ്ട്. 6 ദൂഷ്യഫലങ്ങൾ. സലാസും ഫിദ്ദുന്യാ വസലാസും ഫിൽ ആഖിറ, 3 എണ്ണം ദുനിയാവിൽ തന്നെ കാണേണ്ടതാണ്, മറ്റു 3 എണ്ണം പരലോകത്ത് വെച്ച് കാണേണ്ടതാണ്. ഏതാണ് ദുനിയാവിൽ കാണേണ്ടുന്ന 3 ദൂഷ്യഫലം? ഫനുഖ്സാനുർ റിസ്ഖി, അതാ റിസ്ഖ് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരും, കച്ചവടം കുറഞ്ഞു കുറഞ്ഞു വരും, ജീവിതത്തിൽ പഴയ സന്തോഷം കാണൂല, പഴയ സാമ്പത്തിക സ്രോതസ് കാണൂല. കാരണം ആള് വ്യഭിചാരിയാണ്. അതാ റിസ്ക് ഇങ്ങനെ ചുരുങ്ങി വരും. റിസ്ക് ചുരുങ്ങാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതേ റിസ്കിന്റെ ബറക്കത്തങ്ങില്ലാണ്ടായി പോകും. രണ്ടാമതായി അതിന്റെ അനന്തര ഫലം എന്താണ് ദുനിയാവിൽ കാണേണ്ടത്? വയസീറു മഹ്റൂമൻ അനിൽ ഖൈരി, എല്ലാ ഖൈറിനെ തൊട്ട് ഇവൻ മടക്കപ്പെട്ടവനാകും. ഒരു ഖൈറും ചെയ്യാൻ ഇവനെ കൊണ്ട് കഴിയില്ല, ഒരു ഖൈറും ഇവന് ലഭ്യമല്ല. അതോടൊപ്പം മഹാന്മാർ പറയാണ് വനുഖ്സാനുൽ ഉംരി, ആയുസ് ഇങ്ങനെ ചുരുങ്ങും, ഇവൻ വേഗം മരിക്കും. വ്യഭിചാരിയാണോ? ഇന്ന് എന്തേ ആയുസ് ചുരുങ്ങാൻ കാരണം? പഴയ ആയുസ്സുണ്ടോ ഇന്ന്? പഴയ ആയുസ്സില്ല. ഞാനിവിടെ വന്നപ്പോൾ അറിഞ്ഞു, നമ്മളെ പറവൂർ സഖാഫി ഉസ്താദിന്റെ ഇവരുടെയൊക്കെ ഉപ്പ 80 ജില്ലാനം വയസ്സ് വരെ ജീവിച്ചു. അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, അള്ളാഹു സ്വർഗീയ ജീവിതം കൊടുക്കട്ടെ. അവരെ ഉമ്മാക്ക് അള്ളാഹു നല്ല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എന്റെ ഉമ്മാമ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ എന്റെ ഉമ്മാമ മരണപ്പെട്ടു. എന്റെ ഉമ്മാന്റെ ഉമ്മ കളസയിൽ 94 വയസ്സ് വരെ ജീവിച്ചു. ഇന്നലെയല്ല മിഞ്ഞാന്ന് രാത്രി എന്റെ ഭാര്യയുടെ വല്യമ്മ മരണപ്പെട്ടു. അതും ഇതുപോലെ ഏകദേശം 80 കഴിഞ്ഞു. പഴയ കാലത്ത് അന്ന് ജീവിച്ചവരൊക്കെ, പഴയ ആളുകളൊക്കെ പ്രായം എങ്ങനെയാണ്? ഇന്നത്തെ ആളുകൾ വയസ്സ് എത്ര വയസ്സിലാ മരിക്കണേ? 54, 53, 40. എത്രയാ പ്രായം ചോദിക്കും. മരിച്ചാളെ പ്രായം എത്രയാണ്, വയസ്സ് എത്രയാണ് ചോദിക്കുമ്പോ 42 ഉള്ളൂ. ഓ അയ്യടാ, 42 മരിച്ചോ, ചെറിയ പ്രായല്ലേ, ചെറിയ പ്രായം. ആയുസ് ഇങ്ങനെ ചുരുങ്ങാണ്. വ്യഭിചാരത്തോട് ബന്ധമുള്ള ആളുകൾ അതൊരു അന്യ പെണ്ണിന്റെ കൂടെ പോയി കിടക്കണമെന്നില്ല, അതിന്റെ കലർപ്പുകൾ ഉണ്ടായാൽ മതി. ഇല്ലേ, രാത്രി കിടന്നുറങ്ങുമ്പോൾ എന്താ പണി, എന്താണ് ചെയ്യുന്നത്? എന്താണ്? കൈവെള്ളയിലെ മൊബൈലിലൂടെ ഇങ്ങനെ ഹറാമ് പലതും കാണുന്നു, തോന്നിവാസം കാണുന്നു. കൂടെ പഠിക്കുന്ന കൂട്ടുകാര് തമ്മിൽ അവിഹിത ബന്ധമാണ്. അതെ, അതിനെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പ് തന്നെയുണ്ട്, അതിലൂടെ ബന്ധം സ്ഥാപിക്കുകയാണ്. പേരൻസ് ഗ്രൂപ്പ് വേറെ തന്നെയുണ്ട്. ആരുടെ നമ്പർ കലക്ട് ചെയ്യാൻ ഇന്ന് വലിയ പ്രശ്നം തന്നെയല്ല, പ്രയാസം തന്നെയല്ല. വിവാഹിതരാണെങ്കിലും വിവാഹിതരല്ലെങ്കിലും പരസ്പരം അവിഹിത ബന്ധം വല്ലാണ്ട് കൂടാൻ സാഹചര്യമുള്ള സമയമാണ്, നേരമാണ്. അതനുസരിച്ച് അവിഹിത ബന്ധം കൂടുന്നുണ്ട്. ദുനിയാവിൽ അനുഭവിക്കുന്ന ദൂഷ്യ ഫലങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മഹാന്മാരായ സ്വഹാബത്താണ് പറയുന്നത് വനുഖ്സാനുൽ ഉംരി, ആയുസ് ഇങ്ങനെ ചുരുങ്ങും കേട്ടോ. വൽ ബഗ്ളു ഫീ ഖുലൂബിൻ നാസി, ജനങ്ങളുടെ കൽബിൽ അവനോട് വെറുപ്പാനുണ്ടാവുക. പിന്നെ ആളുകൾ ആരും എന്നെ സ്നേഹിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നീ വ്യഭിചാരവുമായി ബന്ധമുള്ളവനാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് നിന്നെ സ്നേഹിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. ഇത് ഭൗതിക ലോകത്ത് ഇതിനെ തുടർന്ന് അനുഭവിക്കേണ്ട ദൂഷ്യഫലങ്ങളാണെങ്കിൽ സ്വഹാബത്ത് പറയാണ് വഅമ്മസ്സലാസു ഫിൽ ആഖിറ, പരലോകത്തുള്ള 3 കാര്യങ്ങളിൽ ഒന്ന് ഫഗളബുർ റബ്ബി, അല്ലാഹു റഹ്മാനല്ലേ റഹീമല്ലേ,
ആ കാരുണ്യവാനായ റബ്ബിന്റെ വെറുപ്പ് സമ്പാദിക്കേണ്ടി വരും. വശിദ്ദത്തുൽ ഹിസാബി, ശക്തമായ വിചാരണയുണ്ട്. വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് ജീവിച്ചവർ ശക്തമായ വിചാരണ നേരിടേണ്ടി വരും. എല്ലാം കഴിഞ്ഞിട്ട് വദ്ദുഖൂലു ഫിന്നാർ, പിന്നീട് നരകത്തിൽ കടക്കേണ്ടി വരും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പറഞ്ഞത്, അൽ ഐനാനി തസ്നിയാനി വൽ യദാനി തസ്നിയാൻ. രണ്ട് കൈ കൊണ്ട് വ്യഭിചാരമുണ്ട്, രണ്ട് കണ്ണുകൊണ്ട് വ്യഭിചാരമുണ്ട്. രണ്ട് കൈ കൊണ്ടുള്ള വ്യഭിചാരം, അതേ അന്യ പെണ്ണിനോടുള്ള ചാറ്റിംഗ് രണ്ട് കണ്ണുകൊണ്ട് കൈ കൊണ്ടുള്ള വ്യഭിചാരമാണ്. ഇതൊക്കെ ഹദീസിൽ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ? വെറുതെയാണോ ഇബ്ലീസ് മൂസാ നബി അലൈഹിസ്സലാമിനോട് വന്ന് പറഞ്ഞത്? ഇബ്ലീസ് എന്താണ് മൂസാ നബി അലൈഹിസ്സലാമിനോട് വന്ന് പറഞ്ഞത്? യാ മൂസാ അലൈഹിസ്സലാം, അല്ല മൂസാ നബിയേ, നിങ്ങൾ ആളുകളോട് പറയണം, എന്നെ ആളുകളൊന്ന് ഓർക്കേണ്ട സമയമുണ്ട്. 3 സന്ദർഭങ്ങളുണ്ട്. ആ 3 സന്ദർഭങ്ങളിൽ എന്നെ ആളുകൾ വല്ലാണ്ട് ഓർക്കണം. ഓർത്താലേ അവർക്ക് ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുകയുള്ളൂ. അതിൽ ഒന്നേതാണ് ആ മനുഷ്യൻ അതാ വെറുപ്പ് പ്രകടിപ്പിക്കുന്ന സമയത്ത്, നല്ല ദേഷ്യമുള്ള സമയം. ആ ദേഷ്യമുള്ള സമയം എന്നെ ഓർക്കണം. ഇബ്ലീസ് പറഞ്ഞു കൊടുക്കാണ് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. മൂസാ നബി അലൈഹി സ്വലാമിനോട് ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുക, 3 സന്ദർഭങ്ങളിൽ എന്നെ നിങ്ങളും ഓർക്കണം, ആളുകളോട് നിങ്ങൾ പറയണം ഓർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആളുകളൊക്കെ തെറ്റിൽ വീണുപോകും. അതിൽ ഒന്ന് നല്ല ദേഷ്യമുള്ള സമയം. ഇതിങ്ങനെ ചൂടാക്കണത് ഇബ്ലീസ് ആണെന്ന ബോധം വേണം. ദേഷ്യമുള്ള സമയത്ത് നമ്മൾ പൊട്ടിത്തെറിക്കാൻ പാടില്ല, കൺട്രോൾ ചെയ്യാം. നമ്മളിങ്ങനെ ഇടയ്ക്ക് പോയി ഇങ്ങനെ പ്രഷർ ചെക്ക് ചെയ്താൽ മാറ്റം വരും. അത് മാത്രം മതി. തല കറക്കം അനുഭവപ്പെടുമ്പോ ഞാൻ പോയി BP ചെക്ക് ചെയ്തു. ഇപ്പൊ എല്ലാ ഇൻസ്ട്രുമെന്റ് ഒക്കെ വീട്ടിന്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. എന്താ കാരണം? ഷുഗർ നോക്കുന്നത് വീട്ടിന്റെ ഉള്ളിലാണ്, പൾസ് നോക്കുന്നത് വീട്ടിന്റെ ഉള്ളിലുണ്ട്, അതുപോലെ പ്രഷർ നോക്കുന്നതൊക്കെ വീട്ടിന്റെ ഉള്ളിലാണ്. അതിനൊന്നും ഇപ്പൊ ചെക്കപ്പിനൊന്നും പുറത്തു പോകേണ്ട ആവശ്യമില്ല, ഒക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇടക്കിടക്ക് മോൻ ഉമ്മാന്റെ പൾസ് ഇങ്ങനെ ചെക്ക് ചെയ്യണം, ഷുഗർ ചെക്ക് ചെയ്യണം, പ്രഷർ ചെക്ക് ചെയ്യണം. എന്നാ പ്രഷർ ചെക്ക് ചെയ്താൽ മാത്രം പോരാ, നമ്മളെ ദേഷ്യം നമ്മൾ കൺട്രോൾ ചെയ്യണം. ഇപ്പൊ എല്ലാം കൂടി ഇപ്പൊ പറയാൻ നേരമൊന്നുമില്ല, ഞാൻ ചുരുക്കുകയാണ്. എപ്പോഴും ഭാര്യയുടെ സ്വഭാവം ഒരുപോലെ ഉണ്ടാവൂല, എപ്പോഴും ഭർത്താവിന്റെ സ്വഭാവം ഒരുപോലെ ഉണ്ടാവൂല. ഭാര്യനോട് നല്ല ദേഷ്യം വന്നു, എന്തോ ഒരു സ്വഭാവം. ഭാര്യയിൽ നിന്ന് വിഷമം ഉണ്ടായപ്പോ ഭാര്യയ്ക്ക് എപ്പോഴും ഒരുപോലെ ഉണ്ടാവില്ലല്ലോ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഭാര്യയുടെ സ്ത്രീകളുടെ ശാരീരിക പ്രകൃതി, ആ ശാരീരിക പ്രകൃതി അവർക്ക് നിസ്കാരത്തിനൊക്കെ അവധിയുള്ള സമയമാണെങ്കിൽ അത് പ്രത്യേകമായ ഒരു പ്രകൃതിയാണ്. അത് ഭർത്താക്കന്മാർക്ക് മനസ്സിലാക്കേണ്ടതാണ്. ആ സമയവും മറ്റു സമയമൊക്കെ ഒരുപോലെയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അപ്പൊ ചിലപ്പോൾ നമ്മെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും സഹിക്കാൻ പറ്റിയതുണ്ടായാൽ നമ്മൾ സഹിക്കന്നെ. ഇത് സഹിക്കണത് എപ്പോഴാന്നറിയോ? 2 കൊടുത്തിട്ടാ പിന്നെയാ സഹിക്കണേ. സബർ എടുത്തു ആദ്യം അങ്ങ് കൊടുക്കുക, പിന്നെ സഹിക്കാം. അങ്ങനല്ല. അസ്വബറു ഇന്ദ സ്വതമത്തിൽ ഊല, പ്രഥമഘട്ടത്തിൽ തന്നെയാണ് ക്ഷമിക്കേണ്ടത്. ഒരു ഗ്ലാസ് അങ്ങ് നിലത്തിട്ടങ്ങ് പൊട്ടിച്ചു കളഞ്ഞു. ഭർത്താവിനോടുള്ള ദേഷ്യമാണ്. ആ ഭർത്താവിനോടുള്ള ദേഷ്യം കൊണ്ട് എന്താ? ഭർത്താവിനോടുള്ള ദേഷ്യം കല്യാണത്തിന് ഒറ്റക്ക് പോയി എന്നതാണ്. അല്ലാഹു ഞങ്ങളെ നന്നാക്കി തരട്ടെ. ഭാര്യനെയും കൂട്ടിക്കൊണ്ടു പോകേണ്ടുന്ന ഒരു കല്യാണം, ആ കല്യാണത്തിന് ഭർത്താവ് ഒറ്റക്ക് പോയി, ഭാര്യനെ കൂട്ടിയില്ല. അപ്പൊ ഭാര്യനോട് വിശദീകരണം തേടാം, ഭർത്താവിനോട് ഭാര്യക്ക്. അപ്പൊ ഭർത്താവ് പറഞ്ഞു, ഞാൻ അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു, അപ്പൊ വേഗം പോയി വരാൻ പറഞ്ഞ് ഞാൻ പോയതാ, എന്നെയും കൂടി കൂട്ടിക്കൊണ്ടുപോകണമെങ്കിൽ കുറെ നേരം പോകും, ഒക്കെ അങ്ങനെ ആയിട്ട് അങ്ങനെ ചെയ്തതാണ്. എന്നാ അത് ഉൾക്കൊള്ള. എപ്പോഴും ആ ന്യായം ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും ഇതേ ന്യായമാണ്, ഞാൻ അവിടെ അടുത്തുണ്ടായിരുന്നു അതുകൊണ്ട് കല്യാണത്തിന് പോയ, ഒറ്റക്ക് പോയി, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും ഭാര്യനെയും കൂട്ടിയിട്ടാണ്, രണ്ടാളും ഒന്നിച്ചു പോകേണ്ട കല്യാണമാണെങ്കിൽ എപ്പോഴും കൂട്ടിയിട്ടാ പോവാ. പക്ഷെ ഇടക്ക് ഇങ്ങനെ ചിലപ്പോ മിസ് ചെയ്യാറുണ്ട്. എന്നാൽ അപ്പോ ഭാര്യ ക്ഷമിക്കന്നെ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാ, അത് മനസ്സിലാക്കിയെടുക്കുക. അതിന് പകരം ഭാര്യ എന്താ ചെയ്യാ? ആ ദേഷ്യം തീർക്കുക. ആരോട് തീർക്കുക? ഇപ്പൊ ചില സ്ത്രീകളുണ്ട്, നമ്മളെ പറവൂരിലൊന്നും അങ്ങനെയുള്ള സ്ത്രീകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ കൂടുതലൊന്നും പറയണില്ല. ഇവിടൊക്കെ നല്ലവരാ, അല്ലാഹു ബർക്കത്ത്. നിങ്ങളെന്താ ആമീൻ പറയാത്തെ? എന്റെ കന്നഡയിൽ ഒരു വാക്കുണ്ട്, വളകിന ഗുട്ടു ശിവനേ ബല്ല. എന്താ? നമ്മളെ ഉള്ളിലത്തെ അവസ്ഥ നമുക്കല്ലേ അറിയുള്ളൂ, അതാ നിങ്ങൾ ആമീൻ പറയാത്ത.
ഇവിടുത്തെ സ്ത്രീകളൊക്കെ നല്ലതെന്ന് പറയുമ്പോൾ ഞാൻ മംഗലാപുരത്തുള്ള ആളല്ലേ, എനിക്ക് എന്തും പറയാലോ. അപ്പൊ നിങ്ങളെ മനസ്സിങ്ങനെ പറയുന്നത് പോലെ എനിക്ക് തോന്നാ നമ്മളെ കാര്യം ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ ഉസ്താദേ. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കുക. അല്ലാഹു തആല അവർക്കും നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ, പുറത്തു തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ എപ്പോഴും കുട്ടികളോട് ദേഷ്യം തീർക്കാൻ. ആരോടുള്ള ദേഷ്യം? ഭർത്താവിനോടുള്ള ദേഷ്യം കുട്ടികളോട് തീർക്കാൻ. സുബ്ഹാനല്ലാഹ്. കുട്ടി സ്കൂളും വിട്ട് വരുമ്പോ നേരെ അമ്മാന്ന് വിളിച്ചിട്ട് സ്കൂളിൽ നിന്നൊക്കെ തിരിച്ച് കുട്ടി വരുമ്പോ നല്ല വിശന്നിട്ടാ വരിക അല്ലെ? ഞങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. എന്റെ മക്കളൊക്കെ 4 മക്കള് അല്ല 3 ആള് സ്കൂളിൽ പോകുന്നു. ഒരു തിരിച്ചിങ്ങനെ വരുമ്പോ ഉമ്മാന്ന് വിളിച്ചിട്ടാ വരിക, ഉപ്പാനല്ലേ വിളിക്ക. ഞാൻ അവിടെ ഉണ്ടെങ്കിലും, കാരണം എന്താ, അവർക്കറിയാം ഉപ്പാന്റെ കയ്യിൽ നിന്നൊന്നും ഭക്ഷണം കിട്ടൂലെന്ന്. പിന്നെ ഉമ്മാന്റെ കയ്യിൽ നിന്നല്ലേ ഭക്ഷണം കിട്ടുള്ളൂ. അപ്പൊ ഉമ്മീന്ന് വിളിച്ചിട്ട് അവരിങ്ങനെ അകത്തേക്ക് വരിക, അബീന്ന് വിളിക്കൂല. അപ്പൊ സുബ്ഹാനല്ലാഹ്, ഈ കുട്ടികൾ ഇങ്ങനെ വരുമ്പോ ഭാര്യക്ക് ഭർത്താവിനോട് എന്തോ ഒരു ദേഷ്യമാണ്. ആ ദേഷ്യം കുട്ടികളോട് തീർക്കാൻ. എങ്ങനെ തീർക്ക? കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തില്ല വൈകുന്നേരം വന്നപ്പോ. അപ്പോഴാണ് വല്യമ്മ, ഈ കുട്ടികളെ വല്യമ്മ എന്ന് പറഞ്ഞ ഭർത്താവിന്റെ ഉമ്മ വന്നിട്ട് ചോദിച്ചു മരുമോളോട്, പിന്നെ അല്ല ഈ പേരമക്കളോട് ചോദിച്ചു, കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ കഴിച്ചോ ചോദിച്ചു. ഞാൻ കഴിച്ചില്ല. എന്താ കാരണം? ഉമ്മ തന്നില്ല. ഉമ്മാനെ കുറെ പോയി വിളിച്ചു, ഉമ്മ പോയി കിടന്നുറങ്ങിയതാ. എന്താ കാരണം? ഭർത്താവിനോടുള്ള ദേഷ്യം തീർക്കാൻ. ആരോടാ തീർക്കണേ? കുട്ടികളോട്. അങ്ങനെ ആകരുത്, ഒരിക്കലും അങ്ങനെ ആകരുത്. അതാണ് മൂസാ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിനോട് ഇബ്ലീസ് പറഞ്ഞത് അതാണ്. 3 നേരം നിങ്ങൾ എന്നെ ഓർക്കണം, എന്നാൽ നിങ്ങൾ കുടുങ്ങൂല. ആളുകളോട് പറഞ്ഞു കൊടുക്കണം. അതിൽ ഒന്നാമതായി നല്ല ദേഷ്യം വരുന്ന സമയത്ത്, അപ്പോൾ ആളുകളെ കൽബിൽ ഞാൻ ഉണ്ടാകും, ആളുകളെ കണ്ണിൽ ഞാൻ ഉണ്ടാകും, ആളുകളുടെ ശരീരത്തിലെ രക്തത്തിൽ ഞാൻ ഇങ്ങനെ ചലിക്കുന്നുണ്ടാകും. ആ സമയത്ത് അവരെങ്കാലും എന്നെ ഓർത്തില്ലെങ്കിൽ അവർ കുടുങ്ങിപ്പോവുക തന്നെ ചെയ്യും. ഇനി രണ്ടാമത്തൊരു നേരം എപ്പോഴാണ്? നല്ല കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ, നല്ല കാര്യം ചെയ്യാൻ നോക്കുമ്പോൾ അതേ പിന്തിരിയാൻ തോന്നും, വേണ്ടാന്ന് പറയാൻ തോന്നും. അങ്ങനെ ഉണ്ടാവും. നാട്ടിലുള്ള എല്ലാവരും ഒരേ അഭിപ്രായക്കാരാകണമെന്നില്ല. നല്ലത് ചെയ്യണമെന്ന് നല്ല നല്ല ആളുകൾക്ക് തോന്നുമ്പോ ചിലപ്പോ ഇബ്ലീസ് വന്നിട്ട് പലരോടും അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. ഇബ്ലീസ് പറയാണ് മൂസാ നബി അലൈഹി സ്വലാമിനോടൊപ്പം എന്നെ ഓർക്കണം, ഞാനാണ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇത് പറഞ്ഞതിന് ശേഷം മൂന്നാമതായി ഇബ്ലീസ് മൂസാ നബി അലൈഹി സ്വലാമിനോട് പറയാണ്, വഇയ്യാക അൻ തുജാലിസ ഇംറഅതൻ ലൈസത് ബിദാതി മഹറമിൻ, മഹറമിയത്ത് ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരു അന്യ പെണ്ണിന്റെ കൂടെ തനിച്ച് ഒറ്റക്ക് ഇരിക്കുന്നത് സൂക്ഷിക്കണേ. അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയാൽ അവിടെ ഞാനുണ്ടെന്ന് നിങ്ങളൊന്ന് ഓർക്കണേ. فإني رسولها إليك ورسولك إليها, ഞാൻ നിങ്ങളിലേക്കും ആ പെണ്ണിലേക്കും പറഞ്ഞയക്കപ്പെട്ട ആളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാളുകളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് തനിച്ച് ഒറ്റക്ക് അന്യ പെണ്ണിന്റെ കൂടെ അന്യ ആണിന്റെ കൂടെ ഇരിക്കാൻ അവസരമുണ്ടായാൽ ആ അവസരം നമ്മൾ മുടക്കിക്കളയണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ സുന്നത്തായ ഉംറക്ക് പോകുമ്പോൾ മഹാന്മാരെന്താണ് മസല പറഞ്ഞത്? ഫർളായ ഹജ്ജാണോ? എന്റെ ഉമ്മമാർ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഉംറ ഏജൻസികൾ ധാരാളമുണ്ടെന്ന് കരുതിയിട്ട്, അതേ ട്രാവൽസും ഗ്രൂപ്പുകളും കണ്ടമാനമുണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങനെ കെട്ടഴിച്ച് വിട്ടതുപോലെ കണ്ട് കാണുന്നവരെ കൂടെ പോകാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ആദ്യത്തെ ഹജ്ജാണോ, ആദ്യത്തെ ഉംറയാണോ? അതാണ് ഒരു പെണ്ണിനും ഒരു ആണിനും ഫർളായ ഹജ്ജും ഫർളായ ഉംറയും. അവിടെ പെണ്ണ് പോകുമ്പോൾ ഒന്നിരിക്കലോ കൂടെ ഭർത്താവ് വേണം, അല്ലെങ്കിൽ മഹറമായ ആണ് വേണം. ഇവരാരുമില്ലെങ്കിലും ഔ നിസ്വത്തുൻ സിഖാത്തുൻ, വിശ്വസിക്കാൻ പറ്റിയ സ്ത്രീകൾ കൂടെയുണ്ടെങ്കിലും അവൾക്ക് പോകൽ നിർബന്ധമാണ്. ഭർത്താവ് തന്നെ കൂടെ പോകണം എന്നില്ല, അല്ലെങ്കിൽ മഹറമിയത്ത് ബന്ധമുള്ളവർ തന്നെ കൂടെ പോകണമെന്നില്ല.
അതേ സമയത്ത് സുന്നത്തായ ഉംറയാണോ, സുന്നത്തായ യാത്രയാണോ, സുന്നത്തായ ഹജ്ജും സുന്നത്തായ ഉംറയും സുന്നത്തായ യാത്രയാണോ, അപ്പോൾ സിയാറത്തുകൾ അതിൽ പെട്ടില്ലേ? കാരണം സിയാറത്ത് സുന്നത്തായ യാത്രയല്ലേ. അങ്ങനെയാകുമ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കണം, ജീവിതത്തിൽ നല്ല കണിശത പാലിക്കുന്ന സ്ത്രീകളാണോ? പഴയ കാലത്തെ മാമമാർ, ഇവിടെ ഉമ്മാമ്മമാരെന്നാ പറയാ, വല്യുമ്മമാര്, എത്രയാണ് അവർക്ക് ഈ വിഷയത്തിൽ അവർക്കൊരു വ്യക്തമായ നിലപാടുണ്ടായിരുന്നു. ഇന്നിപ്പോ അങ്ങനെങ്കിലുണ്ടോ? ഇല്ല. കല്യാണ വീടായാലും എവിടെയായാലും സുബ്ഹാനല്ലാഹ് ഇതൊരു വിഷയം തന്നെയല്ല. 94 വയസ്സുള്ള എന്റെ ഉമ്മാമ്മനെ എനിക്കിപ്പോഴും ഓർമ്മ. അത് എന്റെ ഉമ്മാമ്മ മാത്രല്ല, ഞങ്ങളെ നാട്ടിലെ പ്രായമുള്ള വല്യമ്മമാരൊക്കെ അങ്ങനെയല്ലേ. അവരുടെ ഈ അകത്തിരിക്കണ റൂമാണ് അവരുടെ റൂം. ഞങ്ങളെ നാട്ടിലെ കളസയിലെ തറവാട് വീട് അതിന് മുറിയത്ത് എന്ന് പറയും. മുറിയത്ത് എന്ന് പറഞ്ഞാൽ ഉസ്താമാരുടെ ഭാഷയിൽ പറഞ്ഞ കാറൂൽ ബൈത്തി. സ്ത്രീകൾക്ക് നിസ്കരിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടണ ആ റൂമാണ്, ആ മുറി. അതിന് ഞങ്ങളെ നാട്ടില് മുറിയത്ത് എന്നാ പറയാം. ഉള്ളിന്റെ 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 ഉള്ളിൽ അതാണ് ഉമ്മാമാന്റെ റൂം. അതാണ് ആ റൂമിലെ ജനല് തുറന്നിട്ടുണ്ടാവില്ല ജീവിതകാലത്ത്. എന്താ കാരണം? അങ്ങോട്ട് പുറത്തുനിന്ന് ആരെങ്കിലും അകത്തേക്ക് നോക്കിപ്പോയാലോ എന്ന് കരുതിയിട്ട് അത് തുറന്നിട്ടുണ്ടാവില്ല. പഴയ കാലത്തെ വല്യമ്മമാരുടെ ഒക്കെ സൂക്ഷ്മത അങ്ങനെയാണ്. ഇന്നിപ്പോ ഇത് വേള് പറഞ്ഞാൽ, ഇന്നിപ്പോ ഇത് വേള് പറഞ്ഞാലോ പഴയ മാറ്ററാ, പുതിയ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല എന്നാരാ. പഴയത് തന്നെ ചെയ്യാൻ എത്ര ബാക്കിയുണ്ട് ഉമ്മമാരെ ഇവിടെ. പഴയത് തന്നെ പറഞ്ഞു വെച്ചത് ഇവിടെ ചെയ്ത് തീർക്കാൻ എത്ര ബാക്കിയുണ്ട്. എന്നിട്ടല്ലേ പുതിയത്. പുതിയ മാറ്ററൊന്നുമില്ല, ഒക്കെ പഴയതാണെന്ന് പറയാം. പഴയത് തന്നെ ചെയ്തു തീർക്കാൻ എത്ര ബാക്കിയുണ്ട് ഇവിടെ. ആ സുന്നത്തായ ഹജ്ജിനും സുന്നത്തായ ഉംറക്കും സുന്നത്തായ യാത്ര പോകുമ്പോൾ കൂടെ വിശ്വസിക്കാൻ പറ്റിയ സ്ത്രീകൾ ഉണ്ടായാ പോരാ, കൂടെ ഭർത്താവ് വേണം. അല്ലെങ്കിൽ മഹറമിയത്ത് ബന്ധമുള്ള ജേട്ടനോ അനുജനോ മോനോ അങ്ങനെയൊക്കെ വേണം. ഇത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടല്ലേ, ഇസ്ലാമിന്റെ നിയമമല്ലേ. അത്രയും ശ്രദ്ധിക്കാനല്ലേ ഇസ്ലാം പറഞ്ഞത്. ഒരിക്കലും അന്യ പെണ്ണിന്റെ കൂടെ അന്യാണിന്റെ കൂടെ തനിച്ചിങ്ങനെ ഇരിക്കണത്, അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയാൽ ഒരിക്കലും ആ സാഹചര്യത്തിന് മുതിരരുത്. ചില ഭർത്താക്കന്മാരുണ്ട്, ഈ നിയമം അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല, വലിയ തിരക്കുള്ള ഭർത്താവാണ്, ഭാര്യയെ അത്യാവശ്യം സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന തിരക്കുള്ള ഭർത്താവ്. എന്തിനപ്പോ ആ ഭർത്താവിന്റെ തിരക്കെന്നറിയില്ല. എന്നിട്ട് മെല്ലെ ഓട്ടോക്കാരനെ വിളിക്കാണ്. ഓട്ടോ ഡ്രൈവറിന്റെ കൂടെ ഭാര്യനെ ഒറ്റക്ക് പറഞ്ഞേക്കാണ്. ഓട്ടോ ഡ്രൈവർ നല്ലയാളാണ്, മോശക്കാരനൊന്നുമല്ല. ഭാര്യയും നല്ലയാളാണ്, മോശക്കാർത്തിയൊന്നുമല്ല. പക്ഷേ ഫഇന്നീ റസൂലു, അതേ ഇലൈക വ ഇലൈഹാ, തനിച്ച് ആയി പോയാൽ പഴപ്പിക്കുന്ന മൂന്നാമനായി ഇബ്ലീസ് അവിടെ വരൂന്നല്ലേ പറഞ്ഞത്. അത് ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയതല്ലേ. ഇതിന്റെ ഗൗരവം ചിന്തിക്കുന്ന ഒരു ഭർത്താവിന് ഭാര്യനെ ഒറ്റക്ക് മറ്റൊരുത്തന്റെ കൂടെ പറഞ്ഞേക്കാൻ പറ്റുമോ? അതിനെ പ്രവാസിയാണെന്ന ന്യായം പറയാൻ വകുപ്പില്ല. ബാംഗ്ലൂരിലാണ് ജോലി എന്ന് ന്യായം പറയാൻ വകുപ്പില്ല. തിരുവനന്തപുരത്താണ് ജോബ് എന്ന് പറയാൻ വകുപ്പില്ല. എവിടെയാണെങ്കിൽ പോലും ഇസ്ലാമിന്റെ നിയമം അത് ശ്രദ്ധിക്കേണ്ടതല്ലേ. അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് നീട്ടിയിറങ്ങി സംസാരിക്കുന്നില്ല. അത്രയും വലിയ ഗുരുതരമായ വിഷയമാണത്, അത്രയും വലിയ ഗൗരവമുള്ള വിഷയമാണത്. അത് പരിശുദ്ധികളിൽ നിന്ന് പൈസ എടുത്ത് ഓടിക്കളയലല്ലേ, എന്നിട്ട് അവസാനം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യലല്ലേ, അതാ മൊബൈൽ നമ്പർ മാറ്റിവെക്കലല്ലേ, സിമ്മങ്ങ് ഊരിക്കളയലല്ലേ. അതൊക്കെ വലിയ മാന്യതയുള്ള പണിയാണോ? അതൊക്കെ വലിയ നല്ല പണിയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പോയി കിടക്കാൻ ഒരു ഖബറുണ്ടെന്ന പേടി വേണ്ടേ? എന്തിനാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യണത്?
സഞ്ചരിക്കാൻ ഒരു കാറുണ്ടെങ്കിൽ ആ ഉള്ള കാറിൽ യാത്ര ചെയ്താൽ പോരെ. അമിതമായ ആർത്തി കൊണ്ട് ഒക്കെ വലിച്ചിടാണ്. ഖുർആനിന്റെ സന്ദേശങ്ങളൊക്കെ എത്ര പ്രസക്തിയുള്ള സന്ദേശമാണ്. അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ഖുർആൻ പറഞ്ഞു, നിങ്ങള് അമിതമായ ഒരു ജീവിതം, ആ ജീവിതം എത്തിലുള്ളത് ഒന്ന്, തങ്ങൾ ഇൻഷാ അല്ലാഹ് 9:30 എത്തും. അപ്പൊ ഒരു അരമണിക്കൂറും കൂടി സമയമുണ്ട്. പക്ഷെ അതിന്റെ ഇടക്ക് വേറൊരു കാര്യം കൂടി നടക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി കൂടുതൽ അതിന് സമയമില്ല എന്നതിൻ്റെ അർത്ഥം. രണ്ടാമത്തതും കൂടി വായിക്കുമ്പോ അങ്ങനെയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ ചുരുക്കുകയാണ്, ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഇതൊക്കെ വലിയ വിഷയമാണ്. അതിൽ നമുക്ക് നല്ലൊരു വാശി വേണം. നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ പോയി കിടക്കാൻ ഖബറിലല്ലേ, ആ ഖബറിൽ പോയി കിടന്നാ പിന്നെ എന്താ ഉണ്ടാവുക? ഒന്നുമില്ല. മൂടുകല്ലങ്ങ് വെച്ചാലുപ്പ പിന്നെ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറ എന്ന് 2 കൈയങ്ങെടുത്ത് ഇങ്ങനെ മണ്ണ് വാരിയിട്ടാൽ ചുരുങ്ങിയത് 1.25 മണിക്കൂർ നമ്മളെ സമയം വെച്ച് നോക്കാൻ മടങ്ങി വന്നു. വയബ്ഖാ അമലു, പിന്നെ ഖബറിൽ കൂടെ ഉള്ളത് എന്താ? ജീവിതകാലത്ത് ഞാനും നിങ്ങളും ചെയ്തു വെച്ച കർമ്മങ്ങളാണ്, വേറെയൊന്നുമില്ല. ആ ഖബറിൽ പോയി കിടക്കാനുണ്ടെന്ന ബോധം വേണം. നല്ലത് മാത്രം ചെയ്യണം. ഖബറിൽ വേദനിക്കുന്ന പ്രവർത്തനം ചെയ്തു പോകരുത്. ഖബറിൽ സങ്കടപ്പെടേണ്ടുന്നൊരവസ്ഥ വരരുത്. സമ്പാദ്യം ക്ലിയറാക്കണം. ഞാൻ എൻ്റെ വാളു നിർത്തുന്നു. നല്ല തഖ്വയോടെ ജീവിച്ച് യജമാനനായ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പേടിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിച്ച് സ്വാലിഹീങ്ങളായി ജീവിച്ച് സ്വാലിഹീങ്ങളായി മരിക്കാൻ ശ്രമിക്കണമെന്ന് മാത്രം ഈ സമയം ഞാൻ എൻ്റെ അമ്മാറത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാളു നിർത്തുന്നു. സുൽത്താനുൽ ആരിഫീൻ الشيخ أحمد الكبير الرفاعي മകനോ മകളോ ചോദിച്ച നേരത്ത് മകനാർ അഹ്മദുൽ കബീർ എന്ന് ചൊന്നോവർ. സുൽത്താനുൽ ആരിഫീൻ അല്ലേ, സുൽത്താനുൽ ഔലിയ അല്ലേ, ആരിഫീങ്ങളുടെ നേതാവല്ലേ, ഔലിയാക്കളുടെ നേതാവല്ലേ. അവരെല്ലാം വിലായത്തിന്റെ വലിയ മർത്തബയിലെത്താനുണ്ടായ കാരണം നിസ്കരിച്ച നിസ്കാരം മാത്രമാണോ? അല്ല. ചൊല്ലിത്തീർത്ത ദിക്റുകൾ മാത്രമാണോ? അല്ല. അതേ 90,000 ആളുകൾ കാണുന്ന വിധത്തിൽ, അങ്ങനെയല്ലേ ചരിത്രത്തിലുള്ളത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കരീമായ ഖബറിൽ നിന്ന് ആ ശരീഫത്തായ കയ്യങ്ങ് പുറത്തു നീട്ടിക്കൊടുത്തപ്പോൾ അവിടുന്നതാ ചുംബിച്ച മഹാനല്ലേ. 90,000 ആളുകൾ നേരിട്ട് കണ്ട സംഭവമല്ലേ. ആ രംഗം നടക്കുമ്പോൾ ആരെല്ലാമാണ് ഇതിലുള്ളത്? അശ്ശൈഖുൽ ഹിറാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലേ? വശൈഖു അബ്ദുൽ ഖാദിറിൽ ജീലിയു, ശൈഖ് അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവിടെ ഉണ്ടായില്ലേ? ഇവരെല്ലാം കാണുന്ന വിധത്തിലല്ലേ മഹാനവരുകൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഫത്തായ കയ്യങ്ങ് ചുംബിച്ചത്. ഹജ്ജിന് പോയപ്പോൾ, അതേ മദീന മുനവ്വറയിൽ ചെന്നപ്പോൾ റൗളാ ശരീഫിന്റെ ചാരത്ത് വന്നു നിന്നില്ലേ? അസ്സലാമു അലൈക യാ ജദ്ദീ, ഉപ്പാപ്പാനെ വിളിച്ച് സലാം പറഞ്ഞില്ലേ? അപ്പോഴല്ലേ മറുപടി ലഭിച്ചത് വഅലൈക്കസ്സലാം യാ വലദീ,
ഓ എന്റെ മോനെ വഅലൈക്കസ്സലാം, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. കൂടിയ ആളുകൾ മുഴുവനും യസ്മഊന കലാമാ, ആ സംസാരം കേട്ടു എന്ന് ചരിത്രത്തിലില്ലേ? അവരെല്ലാം ഇത്രയും വലിയ മർത്തബയിലെത്താനുണ്ടായ കാരണം നിസ്കരിച്ച നിസ്കാരം മാത്രമാണെന്ന് കരുതിപ്പോയോ? ചൊല്ലിത്തീർത്ത ദിക്റുകളാണെന്ന് മാത്രമാണെന്ന് കരുതിപ്പോയോ? അല്ല അല്ല, അതെല്ലാം ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നതോടൊപ്പം അതേ നാലാളുകൾക്ക് എങ്ങനെയാണ് ഞാനൊരു ഉപകാരമുള്ളവനാകേണ്ടതെന്ന് ചിന്തിച്ച് ആശ്രയിക്കുന്ന ആളുകൾക്ക് ആശ്രയം കൊടുത്ത് ജീവിച്ച മഹാനല്ലേ? സഹായം അതേ തേടി ജീവിച്ച ആളുകൾക്ക് പ്രവർത്തിച്ച് ജീവിച്ച മഹാനല്ലേ? കുഷ്ഠരോഗികളെ കൂടെ നിന്ന മഹാനല്ലേ? കുഷ്ഠരോഗം പിടിച്ച നായയുടെ കൂടെ പോലും നിൽക്കാൻ മനസ്സ് കാണിച്ച മഹാനല്ലേ?